ഇംഗ്ലീഷിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കുകളാണല്ലേ ഹാവ്, ഹാസ്, ഹാഡ്. കാര്യം ഇതൊക്കെയാണെങ്കിലും ഈ വാക്കുകൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഹാവ്, ഹാസ്, ഹാഡിൻ്റെ എല്ലാ തരത്തിലുള്ള ഉപയോഗങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണൂ. ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും. ഞാൻ ആദ്യം തന്നെ യാതൊരു വളച്ചുകെട്ടും ഇല്ലാതൊരു കാര്യം പറയാം. ഈ ഹാവ്, ഹാസ്, ഹാഡ് 3 പേരെയും നമുക്ക് മെയിൻ വേർബായും ഹെൽപ്പിംഗ് വേർബായും ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ലല്ലോ അല്ലേ, കാര്യങ്ങൾ വ്യക്തമാകണമല്ലോ. അതിന് ഞാൻ ആദ്യം ഈ വേർബ്സിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ സെൻറ്റൻസ് കാണാമല്ലോ. ഐ ലിവ് ഇൻ ഡൽഹി. ഞാൻ ഡൽഹിയിലാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. ഐ ആണ് സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് എന്താ വന്നത്? ഐ ലിവ്. വേർബ് ലിവ് ആണ്. ഇനി ഞാൻ അവനെയോ അവളെയോ കുറിച്ച് പറയാൻ പോവാണ്, അതായത് ഒരാളെക്കുറിച്ച് പറയാൻ പോവാണ്. അപ്പോൾ എന്ത് പറയും? ഹീ ഓർ ഷീ ലിവ്സ് എന്നാണ് പറയുന്നത്. കണ്ടോ, ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്തു. ഇനി നമ്മൾ കുറച്ചധികം പേരെ പറ്റി പറയുകയാണ്. വി അല്ലെങ്കിൽ ദേ ലിവ് ഇൻ ഡൽഹി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം പേരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ചേർക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നും, ഈ ഐ എന്ന് പറയുന്നത് ഞാൻ എന്നതും ഒരാളാണല്ലോ, സിംഗുലർ ആണല്ലോ, അപ്പോൾ അവിടെ ഐ ലിവ്സ് എന്നല്ലേ പറയേണ്ടതെന്ന്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഐ എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഐക്ക് നമ്മളൊരു സ്പെഷ്യൽ പദവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലൂറലായ വി, ദേ ഒക്കെ വന്നപ്പോൾ നമ്മൾ എങ്ങനെ വേർബിൻ്റെ കൂടെ എസ് ചേർക്കാതിരുന്നോ അതേപോലെ തന്നെയാണ് ഐയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ട സെൻറ്റൻസസ് എല്ലാം പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു. വർത്തമാനകാലത്തിലാണ് ഈ വേർബ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ലിവ് അല്ലെങ്കിൽ ലിവ്സ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിനെ പറ്റി, അതായത് ഭൂതകാലത്തെ പറ്റിയാണ് പറയേണ്ടതെങ്കിലോ, അപ്പോൾ ഐ ആണെങ്കിലും ഹീ ആണെങ്കിലും വി ആണെങ്കിലും എല്ലാം നമ്മൾ പറയുന്നത് ലിവ്ഡ് എന്നാണ്. അതായത് പാസ്റ്റ് ടെൻസ് ആക്കണമെങ്കിൽ നമ്മൾ ആ വേർബിൻ്റെ കൂടെ വെറുതെ ഡി അല്ലെങ്കിൽ ഇ ഡി ചേർക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഈ ലിവ് എന്ന് പറഞ്ഞ വേർബിൻ്റെ കൂടെ ചിലപ്പോഴൊക്കെ നമ്മൾ എസ് ചേർക്കും പ്രസൻറ്റ് ടെൻസിന്, ചിലപ്പോൾ എസ് ഇല്ലാതെയും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ പാസ്റ്റ് ടെൻസിന് നമ്മളവിടെ ഇ ഡി ചേർക്കുന്നതും കണ്ടു. അങ്ങനെയാണ് നമുക്ക് ലിവ്, ലിവ്സ്, ലിവ്ഡ് എന്നൊക്കെ കിട്ടിയത്. ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് ശ്രദ്ധിക്കണേ. എനിക്ക് ഇന്ന് ഒരു പരീക്ഷയുണ്ട്. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാവ് എൻ എക്സാം ടുഡേ. ശ്രദ്ധിച്ചല്ലോ, ഐ ഹാവ് എൻ എക്സാം ടുഡേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അവനെയോ അവളെയോ കുറിച്ചാണ്, അതായത് ഒരാളെക്കുറിച്ച്. അപ്പോൾ എന്ത് പറയും? ഹീ ഓർ ഷീ ഹാസ് എൻ എക്സാം ടുഡേ. കണ്ടോ, അവിടെ ഹാവ് അല്ല വന്നത്, ഹാസ് എന്ന് വന്നു. അപ്പോൾ ഒരാളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ വർത്തമാനകാലത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാസ് എന്ന് ഉപയോഗിക്കും. ഐക്ക് ഹാവ്. ഇനി കുറച്ചധികം പേരെ പറ്റി പറയുകയാണെങ്കിലോ, വി ഞങ്ങൾ അല്ലെങ്കിൽ അവർ ദേ ഹാവ് എൻ എക്സാം. അപ്പോൾ അത് ഐയുടെ പോലെ തന്നെയാണ്. വി ഓർ ദേ ഹാവ് എൻ എക്സാം. ഇപ്പോൾ നമ്മൾ കണ്ട ഈ സെൻറ്റൻസസ് പ്രസൻറ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിലോ, അവിടെ ഒരാളെക്കുറിച്ചാണെങ്കിലും ഒരുപാട് പേരെക്കുറിച്ചാണെങ്കിലും ഹാഡ് എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഐ അല്ലെങ്കിൽ ഹീ അല്ലെങ്കിൽ വി ഹാഡ് എൻ എക്സാം എന്ന് പറയാം. അതായത് ഹാവ് എന്നതാണ് ഈ വേർബിൻ്റെ ബേസ് ഫോം. ഇതിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹാസ്. ഇനി പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടി ഈ ഹാവിൻ്റെ കൂടെ ഇ ഡി ചേർക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഹാഡ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഹാവ്, ഹാസ്, ഹാഡ് എല്ലാം കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുൻപ് നമ്മൾ ലിവ്, ലിവ്സ്, ലിവ്ഡ് കണ്ടില്ലേ, അതേപോലെയാണ് ഹാവ്, ഹാസ്, ഹാഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഹാവ്, ഹാസ്, ഹാഡ് എന്നത് മെയിൻ വേർബായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സ്വന്തമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ നമ്മളാണ് എന്ന് പറയണമെങ്കിൽ, അതായത് പൊസഷൻ അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാൻ നമ്മൾ ഈ ഹാവ് എന്ന വേർബ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കൂ. എനിക്കൊരു കാറുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് എ കാർ. ഇവിടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാലോ, ഈ സെൻറ്റൻസിൽ ഹാവ് മാത്രമാണ് വേർബ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെയിൻ വേർബ് എന്ന് വിളിക്കുന്നത്. അടുത്തത്, അലക്സ് ഹാസ് എ ന്യൂ ബൈക്ക്. അലക്സിന് ഒരു പുതിയ ബൈക്കുണ്ട്. അപ്പോൾ അലക്സ് എന്ന് പറയുന്നത് ഒരാളാണ്, സിംഗുലറാണ്, അതുകൊണ്ട് ഹാസ് എന്ന് ഉപയോഗിച്ചു. ഇനി അടുത്തത് നോക്കൂ. വി ഹാഡ് എ ക്യാറ്റ്. ഞങ്ങൾക്കൊരു പൂച്ചയുണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഹാഡ് എന്ന് യൂസ് ചെയ്തത്. അപ്പോൾ കാണാമല്ലോ, ഈ സെൻറ്റൻസസിലെല്ലാം
ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡ് മാത്രമാണ് വേർബായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ മെയിൻ വേർബ് എന്ന് വിളിച്ചു. ഇതുപോലെ തന്നെ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയാൻ, അതായത് ബന്ധങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ ഈ ഹാവ്, ഹാസ്, ഹാഡ് എന്നുള്ളത് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾ കാണാലോ. സാറ ഹാസ് എ ബ്രദർ. സാറയ്ക്ക് ഒരു സഹോദരനുണ്ട്. അപ്പോൾ ഒരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയും ഹാസ് ആണ് ഉപയോഗിച്ചത്. മറ്റൊന്ന്, ഐ ഹാവ് 2 kids. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഐ ഹാവ്, ഓർമ്മയുണ്ടല്ലോ, ഐ കഴിഞ്ഞാൽ എപ്പോഴും ഹാവ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ. നമ്മൾ ഈ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്തിനെങ്കിലും കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ വേർബ് കണ്ടിന്യൂസ് ഫോമിൽ യൂസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഐ ആം ഹാവിങ് എ ബ്രദർ എന്ന് പറയില്ല. ഐ ഹാവ് എ ബ്രദർ എന്നേ പറയുള്ളൂ. ഷീ ഈസ് ഹാവിങ് എ കാർ എന്ന് പറയില്ല. ഷീ ഹാസ് എ കാർ എന്നേ പറയുള്ളൂ. ഇനി ഈ ഹാവ്, ഹാസ്, ഹാഡ് ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഭക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാനും നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം. നോക്കൂ, വി ഹാവ് എ ഡിന്നർ അറ്റ് 8. ഞങ്ങൾ രാത്രി 8 മണിക്കാണ് അത്താഴം കഴിക്കാറുള്ളത്. വി ഹാവ് എ ഡിന്നർ അറ്റ് 8. ക്യാൻ ഐ ഹാവ് സം കോഫി? എനിക്ക് കുറച്ച് കാപ്പി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ ഐ ഹാവ് സം കോഫി? ഇനി അടുത്തത്, ഐ ഹാഡ് ഇഡ്ലീസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയായി. ഇപ്പോൾ രാവിലത്തെ കാര്യം ഞാൻ പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലാണല്ലോ വരേണ്ടത്. അതുകൊണ്ടാണ് ഐ ഹാഡ് ഇഡ്ലീസ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അടുത്ത സെൻറ്റൻസ് ഒന്ന് നോക്കൂ. ഷീ ഈസ് ഹാവിങ് ഹർ ലഞ്ച്. അവൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുൻപ് ഞാൻ പറഞ്ഞു നമ്മൾ ഈസ് ഹാവിങ് എന്ന് പറയരുതെന്ന്. പക്ഷേ ഇവിടെ ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കാം. കാരണം ഈ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ ഒരു ക്രിയയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ ING ഫോമിൽ, കണ്ടിന്യൂസ് ഫോമിൽ പറഞ്ഞത്. ഷീ ഈസ് ഹാവിങ് ഹർ ലഞ്ച്. ഇതുപോലെ തന്നെ ചില പ്രവൃത്തികളെക്കുറിച്ച്, അതായത് ചില ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനൊക്കെ നമുക്ക് ഹാവ്, ഹാസ്, ഹാഡ് യൂസ് ചെയ്യാം. അപ്പോൾ സെൻറ്റൻസ് കാണാമല്ലോ. ഐ എം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ഹാവ് എ ബാത്ത്. ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക്. നമുക്കൊരു ബ്രേക്ക് ആവാം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക്. അതേപോലെ മനുഷ്യരുടെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളുടെയോ ആവട്ടെ എന്തെങ്കിലും തരത്തിലുള്ള സവിശേഷതകളെക്കുറിച്ച്, പ്രത്യേകതകളെക്കുറിച്ച് പറയാനൊക്കെ നമുക്ക് ഈ ഹാവ്, ഹാസ്, ഹാഡ് തന്നെ ഉപയോഗിക്കാം. എക്സാമ്പിൾസ് കാണാമല്ലോ. മൈ കിഡ്സ് ഹാവ് കേളി ഹെയർ. എൻ്റെ കുട്ടികൾക്ക് ചുരുണ്ട തലമുടിയാണുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള പ്രത്യേകതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഹാവ് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറയുന്നത് മൈ കിഡ്സ്, ഒന്നിലധികം പേരെ പറ്റിയാണ്. അപ്പോൾ മൈ കിഡ്സ് ഹാവ് കേളി ഹെയർ. അടുത്തത് നോക്കൂ. ദ ബേർഡ് ഹാസ് യെല്ലോ ഫെദേഴ്സ്. ആ പക്ഷിക്ക് മഞ്ഞ നിറത്തിലുള്ള തൂവലുകളാണ് ഉള്ളത്. ദ ബേർഡ് ഹാസ് യെല്ലോ ഫെദേഴ്സ്. ഈ ഹാവും, ഹാസും, ഹാഡും ഒക്കെ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന മറ്റൊരു സന്ദർഭം അസുഖങ്ങളെപ്പറ്റി, ഇൽനെസസിനെ പറ്റി പറയേണ്ടി വരുമ്പോഴാണ്. അതായത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പറയാൻ നമുക്ക് ഈ വാക്കുകൾ യൂസ് ചെയ്യാം. ഐ ഹാവ് എ ടെറിബിൾ ഹെഡേക്ക്. എനിക്ക് കഠിനമായ തലവേദനയുണ്ട്. ഐ ഹാവ് എ ടെറിബിൾ ഹെഡേക്ക്. ഷീ ഹാസ് ഫീവർ ആൻഡ് കോഫ്. അവൾക്ക് പനിയും ചുമയുമുണ്ട്. ഷീ ഹാസ് ഫീവർ ആൻഡ് കോഫ്. അതുപോലെ ഈ കോൺവെർസേഷൻസ്, സംഭാഷണങ്ങൾ, അത് ഏത് തരത്തിലുള്ളതായിക്കോട്ടെ അതിനെക്കുറിച്ച് പറയേണ്ടി വരുമ്പോഴും നമ്മൾ ഈ ഹാസ്, ഹാവ്, ഹാഡ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കൂ. ഐ നീഡ് ടു ഹാവ് എ ചാറ്റ് വിത്ത് യു. എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. ഐ നീഡ് ടു ഹാവ് എ ചാറ്റ് വിത്ത് യു. ദ ടീച്ചേഴ്സ് ഹാഡ് എ ഡിസ്കഷൻ ഓൺ ദാറ്റ് ടോപ്പിക്. ടീച്ചേഴ്സ് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയെന്നാണ് ഈ പറയുന്നത്. ദ ടീച്ചേഴ്സ് ഹാഡ് എ ഡിസ്കഷൻ. ഇതേപോലെ തന്നെ ഉറക്കം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. യു നീഡ് ടു ഹാവ് സം റെസ്റ്റ്. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. യു നീഡ് ടു ഹാവ് സം റെസ്റ്റ്. മറ്റൊന്ന്, ഐ ഹാഡ് എ ടെറിബിൾ ഡ്രീം ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി ഞാനൊരു ചീത്ത സ്വപ്നം, ഒരു ദുസ്വപ്നം കണ്ടു. അപ്പോൾ ഈ സ്വപ്നം കാണുക എന്നുള്ളതിന് നമ്മളൊരിക്കലും സീ എ ഡ്രീം എന്നല്ല കേട്ടോ പറയുന്നത്, ഹാവ് എ ഡ്രീം എന്നാണ്. അപ്പോൾ ഇവിടെ കണ്ടു എന്ന് പറയാനാണ് ഐ ഹാഡ് എ ഡ്രീം എന്ന് പറഞ്ഞത്. ഷീ ഓഫൺ ഹാസ് എ നാപ്പ് ആഫ്റ്റർ ലഞ്ച്. അവൾ സാധാരണ ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങാറുണ്ട്. ഷീ ഓഫൺ ഹാസ് എ നാപ്പ്. ഇതുവരെ നമ്മൾ കണ്ടത് ഈ ഹാവ്, ഹാസ്, ഹാഡ് എന്നത് എപ്പോഴൊക്കെയാണ് മെയിൻ വേർബ്സ് ആയിട്ട് വരുന്നതെന്നാണ്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവരെപ്പോഴാണ് ഹെൽപ്പിംഗ് വേർബായി മാറുന്നത് എന്നതാണ്. ഞാനിവിടെ കാണിക്കുന്ന ഈ സെൻറ്റൻസ് നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കൂ. ഐ ഹാവ് സ്റ്റഡീഡ് ഫോർ ദ ടെസ്റ്റ്.
ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഹാവ് എന്ന വേർബ് വന്നിട്ടുണ്ട്. പക്ഷെ ഹാവ് മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ. അത് കഴിഞ്ഞ് സ്റ്റഡീഡ് എന്ന വേർബ് കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ സ്റ്റഡീഡ് എന്നതാണ് മെയിൻ വേർബ്. അപ്പോൾ ഹാവ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത ഹാവിനെ പോലെ കുറച്ച് വേർബ്സിന് മാത്രം ഉള്ളതാണ് ഇംഗ്ലീഷിൽ. അതായത് ഹാവ്, ഹാസ്, ഹാഡിനൊക്കെ മെയിൻ വേർബായും ഹെൽപ്പിംഗ് വേർബായും വരാൻ സാധിക്കും. പക്ഷേ ഈ സ്റ്റഡീഡ് എന്ന് പറഞ്ഞ വേർബ് ഒന്ന് നോക്കൂ. സ്റ്റഡീഡ് എന്നതിന് എപ്പോഴും മെയിൻ വേർബായി മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ട ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. കാണാമല്ലോ, ഹാവ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് വന്നത്, ഹാവ് സ്റ്റഡീഡ്. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരിക്കലും ഐ ഹാവ് സ്റ്റഡീഡ് എന്ന് പറയില്ല. അതൊന്ന് ഷോർട്ടൺ ചെയ്ത് ചുരുക്കിയേ പറയുള്ളൂ, ഐ ഹാവ് സ്റ്റഡീഡ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ, ഐ കഴിഞ്ഞ അപ്പോസ്ട്രഫി VE, ഐ ഹാവ് സ്റ്റഡീഡ്. ഇതേപോലെ ഹാവ് ഹെൽപ്പിംഗ് വേർബായിട്ട് വരുന്ന 1-2 സെൻറ്റൻസസ് കൂടെ നമുക്ക് കാണാം. ദേ ഹാവ് വിസിറ്റഡ് us ബിഫോർ. അവർ ഞങ്ങൾ ഇതിന് മുൻപ് സന്ദർശിച്ചിട്ടുണ്ട്. ദേ ഹാവ് വിസിറ്റഡ്. വി ഹാവൻറ്റ് സീൻ ദിസ് ഫിലിം യെറ്റ്. ഞങ്ങൾ ഈ മൂവി ഇതുവരെ കണ്ടിട്ടില്ല. വി ഹാവൻറ്റ് സീൻ. ഇപ്പം നമ്മൾ ഈ കണ്ട സെൻറ്റൻസസിൽ കണ്ടല്ലോ, നമ്മൾ ഒന്നിലധികം പേരെ പറ്റിയാണ് പറഞ്ഞത്, ദേ അല്ലെങ്കിൽ വി എന്നൊക്കെ അല്ലേ. അപ്പോൾ ഒരാളെ പറ്റിയാണ് പറയുന്നതെങ്കിലോ അവിടെ നമ്മൾ ഇതേപോലെ ഹാസ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് കാണാം. അവളുടെ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷീ ഹാസ് ലോസ്റ്റ് ഹെർ ക്രെഡിറ്റ് കാർഡ്. കണ്ടല്ലോ, ഹാസ് എന്നതാണ് ഹെൽപ്പിംഗ് വേർബ്, അത് കഴിഞ്ഞ് ലോസ്റ്റ് എന്നത് മെയിൻ വേർബുമാണ്. മറ്റൊന്ന്, റീറ്റ ഒരു നല്ല കേക്ക് ബേക്ക് ചെയ്തിരിക്കുന്നു. റീറ്റ ഹാസ് ബേക്ക്ഡ് എ നൈസ് കേക്ക്. റീറ്റ ഹാസ് ബേക്ക്ഡ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ ഷീ ഹാസ് എന്നുള്ളത് ഷോർട്ടൺ ചെയ്ത് ഷീസ് എന്ന് പറയാം. അതുപോലെ ഹീ ഹാസ് എന്നുള്ളത് ഹീസ് എന്നും ഷോർട്ടൺ ചെയ്ത് പറയാം കേട്ടോ. ഇതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കാര്യത്തിലും നമുക്ക് ഹാവ്, ഹാസ് ഒക്കെ ഹെൽപ്പിംഗ് വേർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ഐ ഹവ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. ഞാൻ ദിവസം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കാണാമല്ലോ, ഐ കഴിഞ്ഞിട്ട് ഹാവ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് ബീൻ സ്റ്റഡിയിങ് എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹാവ് ഇവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് മാത്രമാണ്. അത് കഴിഞ്ഞ് ബീൻ എന്നതും ഹെൽപ്പിംഗ് വേർബാണ്, സ്റ്റഡിയിങ് മാത്രമാണ് മെയിൻ വേർബ്. അപ്പോൾ ഹാവ് എന്നത് ഹെൽപ്പിംഗ് വേർബായിട്ട് ഇവിടെ വന്നു. മറ്റൊന്ന്, ഇറ്റ്സ് ബീൻ റെയിനിങ് ഫോർ അവേഴ്സ്. മണിക്കൂറുകളായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ബീൻ റെയിനിങ്. ആ ഹാസ് എന്നുള്ളത് ഇവിടെ ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ഹാഡ് എങ്ങനെയാണ് ഇതേപോലെ ഹെൽപ്പിംഗ് വേർബായിട്ട് വരുന്നത്? നമുക്ക് നോക്കാം. ഐ ഹാഡ് ഗോൺ ടു ബെഡ് വെൻ ദ ഫോൺ റാങ്. ഫോൺ ബെല്ലടിച്ചപ്പോഴേക്കും ഞാൻ കിടക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടെ നോക്കൂ, ഐ ഹാഡ് ഗോൺ ടു ബെഡ്. കണ്ടോ, ഹാഡ് ഗോൺ. ഹാഡ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ്, ഗോൺ എന്നതാണ് മെയിൻ വേർബ്. അപ്പോൾ ഗോവിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഗോൺ, അത് മെയിൻ വേർബും ഹാഡ് എന്നത് ഹെൽപ്പിംഗ് വേർബുമാണ്. രണ്ടാമത്തത് നോക്കൂ. ഷീ ഹാഡ് ഗോട്ട് ഇൻ ടു ദ ട്രെയിൻ ബിഫോർ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അതായത് മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അവൾ ട്രെയിനിൽ കയറി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഷീ ഹാഡ് ഗോട്ട് ഇൻ ടു ദ ട്രെയിൻ. ഹാഡ് എന്നത് ഹെൽപ്പിംഗ് വേർബും ഗോട്ട് എന്നത് മെയിൻ വേർബുമാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ കണ്ട ഈ 2 സെൻറ്റൻസസും പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ ടെൻസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? ഹാഡ് എന്ന ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു മെയിൻ വേർബും വന്നിട്ടുണ്ട് അല്ലേ. ഹാഡ് ഗോൺ, ഹാഡ് ഗോട്ട് കാണാമല്ലോ. ഇതേപോലെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഹാഡിനെ ഹെൽപ്പിംഗ് വേർബായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് കാണാം. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ 3 years വെൻ ഐ ഗോട്ട് പ്രൊമോട്ടഡ്. ഞാൻ പ്രൊമോട്ടഡ് ആയപ്പോഴത്തേക്കും, എനിക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോഴത്തേക്കും ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷം ആയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാമല്ലോ, ഹാഡ് എന്നത് ഹെൽപ്പിംഗ് വേർബാണ്, അതിനുശേഷം നമുക്ക് ബീൻ, വർക്കിംഗ് എന്നീ വേർബ്സിന് കൂടെ കാണാം. അവിടെ ബീൻ എന്നതും ഹെൽപ്പിംഗ് വേർബാണ്, വർക്കിംഗ് ആണ് മെയിൻ വേർബ്. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. വി ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours when the train finally arrived. ട്രെയിൻ എത്തിയപ്പോഴേക്കും ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? വി ഹാഡ് ബീൻ വെയിറ്റിംഗ്. ഹാഡ് എന്നത് ഹെൽപ്പിംഗ് വേർബ്, ബീനും ഹെൽപ്പിംഗ് വേർബാണ്, അതിനുശേഷം വെയിറ്റിംഗ് ആണ് മെയിൻ വേർബ്. അങ്ങനെ ഇന്നത്തെ ലെസൺ ഏകദേശം കഴിയാറായി. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടത്ര മനസ്സിലായെന്നറിയാൻ ഞാനിവിടെ 2-3 സെൻറ്റൻസസ് തരികയാണ്. ഇവിടെ നിങ്ങൾക്ക് ഹാസ്, ഹാവ്, ഹാഡ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഹാസും ഹാവും ഹാഡും മെയിൻ വേർബായാണോ
അതോ ഹെൽപ്പിംഗ് വേർബായാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കൂ. ആദ്യത്തെ സെൻറ്റൻസ്, ഐ ഹാഡ് എ കാർ. എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. ഇവിടെ ഹാഡ് മെയിൻ വേർബാണോ ഹെൽപ്പിംഗ് വേർബാണോ? അടുത്തത്, ഐ ഹാവ് സോൾഡ് മൈ കാർ. ഞാൻ എൻ്റെ കാറ് വിറ്റിരിക്കുന്നു. ഐ ഹാവ് സോൾഡ്. ഇവിടെ ഹാവ് മെയിൻ വേർബാണോ ഹെൽപ്പിംഗ് വേർബാണോ? ഇനി മൂന്നാമത്തത്, ഷീ ഹാസൻറ്റ് വാഷ്ഡ് ദി ഡിഷസ്. അവൾ പാത്രങ്ങൾ കഴുകിയിട്ടില്ല. ഇവിടെ ഹാസ് എന്നത് മെയിൻ വേർബാണോ ഹെൽപ്പിംഗ് വേർബാണോ? ഇതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്ക് അറിയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അതെന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതിൽ കാണാം. ടേക്ക് കെയർ. ബൈ.